ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസയിലും മേഖലയിലും യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് പറയുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസ മുനമ്പിൽ ഇപ്പോഴുമുള്ള മുഴുവൻ ബന്ദികളുടെയും മൃതദേഹാവശിഷ്ടങ്ങളും തിരികെ എത്തിക്കും. യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമുക്കെതിരെ കൈ ഉയർത്തുന്ന ഏതൊരാൾക്കും അവർ കനത്ത വില നൽകേണ്ടി വരുമെന്നറിയാം. ജെറുസലേമിലെ മൗണ്ട് ഹെർസൽ സെമിത്തേരിയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലാണ് നെതന്യാഹു ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ക്രൂരതക്കും നാഗരികതക്കും ഇടയിലുള്ള ഏറ്റുമുട്ടലിന്റെ മുൻനിരയിലാണ് ഇസ്രയേൽ നിൽക്കുന്നത്. മുഴുവൻ ബന്ദികളുടെയും തിരിച്ചുവരവ് ഉറപ്പാക്കാൻ തങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായും നെതന്യാഹു പറഞ്ഞു. കണ്ടെത്താൻ കഴിഞ്ഞ എല്ലാ ബന്ദികളുടെ മൃതദേഹങ്ങളും തിരികെ നൽകിയിട്ടുണ്ടെന്നും ശേഷിക്കുന്ന മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമാണെന്നുമാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ശേഷിക്കുന്ന 19 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാത്ത പക്ഷം ഹമാസുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾ നടപ്പാക്കുന്നത് നീട്ടിവെക്കണമെന്ന് ബന്ദികളുടെയും കാണാതായവരുടെയും കുടുംബങ്ങളുടെ ഫോറം ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എല്ലാ ബന്ദികളെയും ഇരകളുടെയും മൃതദേഹങ്ങളും കൈമാറുന്നതുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞാബദ്ധത ഹമാസ് തുടർന്നും ലംഘിക്കുന്നിടത്തോളം കരാറിന്റെ തുടർന്നുള്ള ഘട്ടങ്ങൾ നടപ്പാക്കുന്നത് ഉടൻ നിർത്തണമെന്ന് ഫോറം പ്രസ്താവനയിൽ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു.